എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു നെയ്മീൻ കറിയാണ്. അതിനുവേണ്ടി നമുക്ക് 2 കിലോയുടെ വലിയ നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കറി വയ്ക്കാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. നെയ്മീൻ കറി തയ്യാറാക്കാനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. മീൻകറിക്കായി സവാള നന്നായി വാട്ടിയെടുക്കണം. സവാള പകുതി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 15 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ വാട്ടിയെടുക്കണം. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വാട്ടിക്കൊടുക്കണം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 6 കഷ്ണം കൊടംപുളി ചേർത്ത് അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കാം. കറി നന്നായി തിളച്ച് വന്നതിലേക്ക് വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം വേവുന്നതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിലാക്കി 15 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
15 മിനിറ്റിന് ശേഷം കറിയിലെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ടേസ്റ്റിയായ നമ്മുടെ നെയ്മീൻ കറി തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്